സാർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എവിടെ നോക്കിയാലും ഫ്ലെക്സ് ബോർഡുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ കാരണഭൂതന്റെയും മരുമകന്റെയും. അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. പക്ഷെ വേറെ ആരുടെയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ എങ്ങാണം ഈ ഫോട്ടോ എങ്ങാണം മാറ്റി എങ്ങാണം വെച്ചാൽ വിവരം അറിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാവം പിടിച്ച ഗണേഷ് കുമാറിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചു. തീർന്ന് അതോടെ അദ്ദേഹത്തിന്റെ കാര്യം പോക്കായി. അല്ല, ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ പട്ടാളമാണ്. കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്. മുമ്പ് ഗണേഷ് കുമാർ UDF-ലായിരുന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് 5 തവണയായിട്ട്, ഇത് 5ാം തവണയാണ് ജയിച്ചു വരുന്ന MLA ആണ്. കേരളത്തിൽ അപൂർവമായിട്ടാണ് അങ്ങനെ ഈ 5 തവണയൊക്കെ ജയിച്ചു വരുന്നവർ. റാന്നിയിൽ നിന്നുണ്ടായിരുന്നു രാജു അബ്രഹാം. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ റാന്നിക്കാർ വിളിക്കുന്നത് റാന്നിയിലെ ജ്യോതി ബസു എന്നാണ്. ഗണേഷ് കുമാർ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഈ NSS ഡയറക്ടർ ബോർഡിലുള്ള അംഗവും കൂടിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസ്സിൽ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴും അവിടെയൊക്കെ ഉണ്ട്, നിലമ്പൂർ ഭാഗത്തുമൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു നിലമ്പൂർ എന്നൊക്കെ പറയുന്ന ഒരു കുടിയേറ്റ മേഖല കൂടിയാണ്. ഒരു കാലത്ത് പോയിട്ടുള്ള ഈ സ്വരാജിൻ്റെ തന്നെ പൂർവികർ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് പൂർവികർ. അപ്പം കുടിയേറ്റമായിരുന്നു എന്നുള്ളതാണ്. സാർ പറഞ്ഞത് എനിക്ക് പിടികിട്ടി വരുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസ് ബി കുറച്ച് ആൾക്കാർ ഇപ്പോഴും നിലമ്പൂരുണ്ട്. നല്ല സതുദ്ദേശത്തോടു കൂടി പാവം പിടിച്ച ഗണേഷ് കുമാർ സ്വരാജിന്റെയും കൂടെ ഫോട്ടോ ചേർത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കുറച്ച് വോട്ട് LDF-ന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി. പക്ഷെ ഇപ്പൊ അത് അദ്ദേഹത്തിന് അതിന് കുരിശായി മാറി. സാറ് പറഞ്ഞു വന്ന ഇതല്ലേ, അത് കുരിശായി മാറി. പക്ഷെ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിലും വേണ്ടില്ല, എൻ്റെ കുടുംബത്തിന്റെ ഫോട്ടോ അല്ലാണ്ട് വേറെ ഒരു ഫോട്ടോയും ഈ കേരളത്തിനകത്ത് സ്ഥാപിക്കാൻ നമ്മുടെ കപ്പിത്താൻ സമ്മതിക്കൂല. അതെ, CPM-ന് ഒരു കുഴപ്പമുണ്ട്. ഘടകകക്ഷികളോട് വേണ്ടത്ര ബഹുമാനം കൊടുക്കാറില്ല. അതൊരു ജനാധിപത്യ മര്യാദ പുലർത്താറില്ല. ഇപ്പോൾ നോക്കിക്കോ, 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM വിഴുങ്ങാൻ പോകുന്ന കുറച്ച് ഘടകകക്ഷികളുണ്ട്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നും പറഞ്ഞ് ഈ LDF-ൽ ഒരെണ്ണമുണ്ട്. ആൻ്റണി രാജു മാത്രമേ ഉള്ളൂ. ആൻ്റണി രാജു 2.5 കൊല്ലം മന്ത്രിയുമായിരുന്നല്ലോ. അത് ആ സീറ്റിങ് CPM എടുക്കും. പിന്നീട് കടന്നപ്പള്ളി കോൺഗ്രസ് പാവം പിടിച്ച അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കാനായിട്ട് ഇറക്കത്തില്ല. ആ സീറ്റും കണ്ണൂർ ഇങ്ങെടുക്കും. അങ്ങനെ ചില സീറ്റുകളെ പിന്നെ NCP-യിലെ ശശീന്ദ്രൻ്റെ സീറ്റും ഘടകകക്ഷികളെയൊക്കെ അമർത്തും. ഇപ്പോൾ CPI തന്നെ അതിനകത്ത് പ്രധാന ഘടകകക്ഷിയാണ്. ഈ ചവിട്ടും കുത്തും ഏറ്റല്ലേ അതിനകത്ത് കിടക്കുന്ന പാവം പിടിച്ച കക്ഷികൾ. ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് LDF-ലുണ്ടല്ലോ. അവർക്കും വായനക്കാൻ പറ്റുന്നില്ല. ജോസ് കെ മാണിക്കാണെങ്കിൽ അധികാരമില്ലാതെ അങ്ങോട്ട് ഇരിക്കാൻ വയ്യ. ജോസ് കെ മാണിയുടെ തറവാട്ടിലെ കരിങ്ങോഴക്കൽ തറവാട്ടിൽ ഒരു കൊടി വെച്ച ഒരു കാറ് എന്നിട്ട് എത്ര കാലമായെന്നറിയാം. അതുകൊണ്ട് ജോസ് കെ മാണി ആകെ കൂടെ അസ്വസ്ഥനാണ്. അപ്പോൾ ഈ ഘടകകക്ഷികളെയൊക്കെ ഇങ്ങനെ ഒതുക്കി വരും. പിന്നെ കേരള കോൺഗ്രസ് ബിയിൽ വരുന്നതാണ് ഗണേശനെ അങ്ങനെ അങ്ങ് വിഴുങ്ങാനൊന്നും പിണറായിക്ക് പറ്റത്തില്ല. കാരണം ഒരു മുന്നണികളുടെയും സഹായമില്ലാതെ പിന്നെ ഗണേശൻ അവിടെ മണ്ഡലത്തിൽ പോയി നിന്നാൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം വിജയിക്കും. ഞാൻ ഗണേശനോടൊപ്പം ആ മണ്ഡലത്തിൽ പര്യടനം നടത്തിയിട്ടുള്ള ആളാണ്, മാധ്യമത്തിന് വേണ്ടിയിട്ട്. മാധ്യമം പത്രമല്ല, മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ. അവിടെ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ. മന്ത്രിയായിട്ടും അദ്ദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം പോവും പത്തനാപുരം മണ്ഡലത്തിൽ. ഇന്ന് ശനി ഞായർ അവിടെ തന്നെയാണ്. MLA ആയിരുന്ന സമയത്ത് നിയമസഭ ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം മുഴുവൻ സമയവും മണ്ഡലത്തിൽ പ്രവർത്തനമാണ്. പത്തനാപുരമൊക്കെ അങ്ങ് മാറിപ്പോയെന്നേ. പണ്ട് പത്തനാപുരം എന്ന് പറഞ്ഞാൽ കാട്ടുപത്തനാപുരം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അന്ന് കാട്ടുപത്തനാപുരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു തല്ലാൻ വരും. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. വലിയ ഒരു പട്ടണമായി പോയി, വലിയ വികസനമായി പോയി. KSRTC ഡിപ്പോ ഇതൊക്കെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞു. ഇതൊക്കെ ഗണേശൻ്റെ ഒരു കഴിവാണ്. കൊട്ടാരക്കരയോടെ ചേർന്ന് കിടക്കുകയാണ്. കൊട്ടാരക്കരയുടെ കുറച്ച് ഭാഗവും ഈ ഗണേശൻ്റെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. ബാലകൃഷ്ണപിള്ളയ്ക്കും വലിയ സ്വാധീനമല്ലേ ഉള്ളത്.
അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഗണേഷ് കുമാർ. അപ്പോൾ അങ്ങനെ വലിയ അതുകൊണ്ട് ഗണേഷിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിണറായി പറയുക ഫ്ലെക്സ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാർ ഇല്ലാതാകത്തൊന്നുമില്ല. ഗണേഷ് കുമാറിനെ വിഴുങ്ങാനും പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഗണേഷ് കുമാർ ആ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്നാലും വിജയിക്കുമെന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലെ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചിട്ട് ജയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് 2-3 പേര് മാത്രമാണ്. ഒന്ന് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ പഴയ MLA KK നായർ. അങ്ങനെ KK നായർ ഇങ്ങനെ സ്വതന്ത്രനായി ജയിച്ചു നിന്ന കാലത്താണ് ഇവിടെ ഒരു തൂക്ക് മന്ത്രിസഭ ഭരണത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ KK നായരുടെ ഒരു വോട്ട് കൊണ്ടാണ് ഭരണം നിലനിർത്തിയത്. അന്ന് അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, പത്തനംതിട്ട ജില്ല തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ല രൂപം കൊള്ളുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഉപജ്ഞാതാവ് KK നായരാണ്. പിന്നെ PC ജോർജ് 2016 ആരുടെ പിന്തുണയില്ലാതെ പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചു. LDFിൻ്റെയോ UDFിൻ്റെയോ ഒന്നും അവരെ കയറ്റിയില്ല. നമ്മുടെ ഈ അൻവറിൻ്റെ സ്ഥിതിയിലായിപ്പോയി. അൻവർ പിന്നെ ജയിക്കത്തൊന്നുമില്ല നിലമ്പൂരിൽ നിന്ന്. അൻവർ പക്ഷേ വോട്ട് മറിക്കും. പക്ഷേ അൻവർ ഇങ്ങനെ നിന്നതുകൊണ്ട് ഇരു മുന്നണികളും ഇപ്പോൾ അങ്കലാപ്പിലാണ്. വോട്ട് മറിക്കുമെന്നുള്ളത് 10,000 വോട്ട് മറിച്ചാൽ തീർന്നില്ലേ കാര്യം? നിയമസഭാ മണ്ഡലമാണ്, ലോക്സഭയല്ല. അപ്പോൾ പിന്നെ ഗണേഷ് കുമാറിനും ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാവുന്ന ഒരാളാണ്. അത്രത്തോളം ജനകീയനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പിണറായി വിജയൻ ഈ ഉമാക്കി കാണിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇവർക്ക് ഫ്ലെക്സൊക്കെ വെക്കാമല്ലോ, മരുമകനും അമ്മായിയപ്പനും. എന്തായാലും ഞാനത് ഒന്നും കൂടെ പറയാം. പിണറായി സഖാവ് പറഞ്ഞ കാര്യം, ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ പരിപാടി LDFിൻ്റെ പരിപാടിയാണ്. LDFിൻ്റെ പരിപാടിയാകുമ്പോൾ LDFിൻ്റെ ഘടക കക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും. അത് സ്വാഭാവികം. അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ഉപയോഗിച്ചു വരും. അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFിൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFിൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. അതായത് നല്ല കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല കാര്യമാണ്, പക്ഷേ ഇത് വേറെ രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കും. ആരും വ്യാഖ്യാനിക്കത്തില്ല. പിണറായി മാത്രം വ്യാഖ്യാനിക്കുന്നു. കാരണം ഗണേഷ് കുമാറും M സ്വരാജും കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ, മുഖ്യമന്ത്രിയുടേതല്ലാത്ത ഒരു ഫോട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന് അങ്ങോട്ട് അസഹിഷ്ണുത, അത് തന്നെയാണ് അദ്ദേഹം പ്രകടമാക്കിയത്. LDFിൻ്റെ പതാക മാത്രം വെച്ചാൽ മതി ഇങ്ങനെയുള്ള പരിപാടികൾക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുക്കിന് ഈ പിണറായി സഖാവിൻ്റെ മുഖം കണ്ട് മുഴുകും. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാന നഗരിയിൽ തന്നെ സാറ് കണ്ടിട്ടില്ലേ എത്ര ഫോട്ടോകളാണ്, എത്ര ഫ്ലെക്സ് ബോർഡുകളാണ് മരുമകൻ. ഇപ്പം റിയാസിൻ്റെയും കൂടെ ഉണ്ട്, ഒന്ന് വലിയ തല, ഒന്ന് ഒരു കുഞ്ഞു തല, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല. അവരുടെ മറ്റുള്ള LDF സർക്കാരിൻ്റെ മറ്റുള്ള പരിപാടികൾക്കല്ല ഇദ്ദേഹത്തിൻ്റെ തല വയ്ക്കുക, ഇദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ തല വയ്ക്കുക, വേറെ ആരുടെയും തല വയ്ക്കരുത്. ഇപ്പം ഗണേഷ് കുമാറിൻ്റെ തല വെച്ചതാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശവും ഈ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ബോർഡുകളെന്ന് പറയുന്നത്, ഒന്ന് കുഴിമന്തി ബോർഡുകൾ, പിന്നെ 2 അമ്മായിയപ്പൻ്റെയും മരുമകൻ്റെയും ബോർഡുകളുമാണ് കാണുന്നത്. ഇതിനകത്ത് പിന്നെ P ജയരാജൻ്റെ പടം വെച്ച് ഫ്ലെക്സ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇതിലുപോലെ അസഹിഷ്ണുത ഉണ്ടായ നിലമ്പൂർ 8 നില പൊട്ടാനിരിക്കുക. അതിനിടയ്ക്കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ, പാർട്ടിയെ തന്നെ അവരുടെ ബലം തന്നെ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാരണം അത്രമാത്രം അദ്ദേഹത്തിന് അസഹിഷ്ണുതയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്, അത് 8 നിലയെ പൊട്ടുമെന്ന് അറിയാം. എന്നാൽ കിട്ടുന്ന വോട്ടെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കാനുള്ളതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ പരാമർശിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളൊക്കെ എന്ത് പറയാനില്ലേ? ഒന്നും പറയാനില്ല.